നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണസദ്യ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പരമ്പരാഗതമായി കേരള സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ഇഞ്ചി, 20 കൊച്ചുള്ളി. നമുക്കാദ്യം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിടാമേ. കഴുകി വൃത്തിയാക്കിയ ഇഞ്ചിയും കൊച്ചുള്ളിയും. നമുക്കാദ്യം ഇഞ്ചി കുഞ്ഞായിട്ട് നൈസായിട്ട് അരിയണം. നമുക്ക് വറുത്ത് കോരാൻ പാകത്തിന് നൈസായിട്ട് അരിയുക. അതുപോലെ തന്നെ നമ്മൾ കൊച്ചുള്ളിയും നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. മാക്സിമം നൈസാവാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് വറുത്ത് കോരാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായം 1/2 സ്പൂൺ, പിന്നെ ഉലുവ 1/2 സ്പൂൺ, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് എടുത്തേക്കുന്നത്. ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന്, അതായത് നമ്മുടെ ഇഞ്ചി മൊരിഞ്ഞെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. നല്ല ബ്രൗൺ കളറാണേ. നന്നായിട്ട് മൊരിച്ചെടുക്കാം നമുക്ക്. ഇതുകൊണ്ടാണ് നമ്മൾ നൈസായിട്ട് അരിയാൻ പറയണത്. നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്നാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി മൂക്കാറാവുമ്പോൾ, അതായത് നമുക്ക് ഇഞ്ചി ഏകദേശം ബ്രൗൺ കളർ ആകാറാവുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കറിവേപ്പില ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം പാകത്തിനായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. നന്നായിട്ട് അത്യാവശ്യം മൊരിച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റിയിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് പൊട്ടിച്ചതിന് ശേഷം പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പൊടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലാം കുറുകിയതിന് ശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്, അത് മതിയാവും. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. മാറ്റി വെച്ച ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. അതിലേക്ക് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ശർക്കരപ്പൊടി അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. അടിപൊളി ഇഞ്ചിക്കറി റെഡി. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.